തൃശൂരിൽ CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് തുടരും. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനാണ് 10 ദിവസം മുൻപ് നടപടിയെടുത്തത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് അറിയിച്ചു. ഡൽഹിയിലെ പാർട്ടി കേന്ദ്ര ഓഫീസിൽ നിന്നാണ് റിട്ടേൺ സമർപ്പിക്കുന്നതെന്നാണ് വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കാൻ വിട്ടുപോയെന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും MM വർഗീസ് മറുപടി നൽകി. അക്കൗണ്ടിൽ നിന്ന് CPM പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുതെന്ന നിർദ്ദേശമുണ്ട്. ഈ പണം നടപടിക്രമങ്ങളുടെ ഭാഗമായി പിടിച്ചെടുക്കും. നിലവിൽ അക്കൗണ്ടിലുള്ളത് 5 കോടി 10 ലക്ഷം രൂപയാണ്. ഇതിനിടെ ബിനാമി വായ്പ തട്ടിപ്പിലൂടെ നിക്ഷേപകർക്ക് 300 കോടി രൂപയിലധികം നഷ്ടപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിന് നിയമ തടസ്സമില്ലെന്ന് ED വിചാരണ കോടതിയിൽ ബോധിപ്പിച്ചു. കരുവന്നൂർ ബാങ്കിൽ 75 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്ന മഹാദേവന് 33 ലക്ഷം രൂപ ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഈ തുക പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് തിരികെ വേണമെന്ന ആവശ്യമാണ് മഹാദേവൻ വിചാരണ കോടതിയിൽ ഉന്നയിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം വിചാരണ തീർക്കും മുൻപ് തന്നെ ഹർജിക്കാരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ MJ സന്തോഷ് ബോധിപ്പിച്ചു. പ്രതികൾക്കെതിരെ കോടതി കുറ്റം ചുമത്തിയാൽ കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള വ്യവസ്ഥ 2019 ഭേദഗതി വരുത്തിയ PMLA ചട്ടം വിചാരണ കോടതികളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പല വിഷയങ്ങളിലും CPMന് ചോദ്യമായി മാറിയിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും CPMനോട് ചോദിക്കുകയാണ്. ഈ പാർട്ടിക്ക് ദേശീയ സെക്രട്ടറി ഇല്ലേ? സംസ്ഥാന സെക്രട്ടറി ഇല്ലേ? സംസ്ഥാനത്തൊരു LDF കൺവീനർ ഇല്ലേ? പിണറായി വിജയനാണോ LDFന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് ചോദ്യം. LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും സംശയിച്ചു പോകുന്ന ഒന്ന് ഇതുതന്നെയാണെന്നാണ് വിമർശനം. പരസ്യത്തിൽ പകുതിയും പിണറായി വിജയനാണ്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണോ എന്നാണ് ചോദ്യം. നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ തന്നെ ചിത്രം പതിപ്പിക്കാം, അത് സമ്മതിക്കാം. പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ പിണറായി വിജയന് എന്ത് കാര്യമെന്നാണ് ചില മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം. ഒരു സീറ്റിലെങ്കിലും മത്സരിക്കുന്നുണ്ടോ? ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നതിൽ കവിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തിയാണ് പിണറായിക്ക് ഉള്ളതെന്നും അതോ കേരളത്തിൽ LDF ഇല്ല, കമ്മ്യൂണിസ്റ്റുകളുമില്ല, പിണറായിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന പരസ്യ പ്രഖ്യാപനമാണോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരിക്കുകയാണ്. LDFന് ഒരു ദേശീയ വീക്ഷണമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പിണറായിയുടെ മുഖം മാത്രം വച്ചുകൊണ്ടുള്ള പരസ്യമെന്നാണ് വിമർശനം. ദേശീയ തലത്തിലുള്ള ഒരു നേതാവിന്റെ ചിത്രം വയ്ക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയാണോ CPMനുള്ളത് എന്ന ചോദ്യവുമുണ്ട്. ദേശീയ തലത്തിൽ തങ്ങളുടെ മുന്നണി ഇന്ത്യ മുന്നണിയാണെന്നും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും തുറന്നു പറയാൻ കഴിയാത്ത ഗതികേടാണോ എന്ന ചോദ്യങ്ങളും ഉയർത്തുകയാണ് ചിലർ. മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു വനിതാ മാസികയിൽ പിണറായിയുടെ മുഖം വച്ചുള്ള പരസ്യമുണ്ട് എന്നുള്ളതും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വീട്ടമ്മമാർക്കെല്ലാം പിണറായി വിജയൻ പ്രിയങ്കരനാണോ എന്ന് CPM ധരിച്ചു വച്ചിട്ടുണ്ടോ എന്നാണ് വിമർശനവും പരിഹാസവും.